പൊതുപണി മുടക്കുമായിട്ട് ബന്ധപ്പെട്ട് BMSന്റെ നിലപാട് നിങ്ങൾ പ്രഖ്യാപിക്കാൻ പോവുകയാണ്. എത്തരത്തിലാണ് നിങ്ങൾ ഈ പൊതുപണി മുടക്കിനെ നേരിടാൻ പോകുന്നത്? എങ്ങനെയായിരിക്കും ക്രമീകരണം? BMSനെ സംബന്ധിച്ച് ഒരു പൊതുപണി മുടക്കിനും BMS എതിരല്ല. പക്ഷേ വിഷയം ഒരു പൊതുപണി മുടക്ക് പ്രഖ്യാപിക്കുന്നവർ അതിൽ എത്രത്തോളം അതിൽ യാഥാർത്ഥ്യം ഉൾക്കൊണ്ടിട്ടുണ്ട് എന്നുള്ളതാണ് പ്രശ്നം. 4 കോഡുകളാണ് ഇപ്പോൾ CITയും INTUCയും പറയുന്ന പ്രശ്നം. 1999 രണ്ടാം ലേബർ കമ്മീഷൻ്റെ ഇതിലാണ് ഈ ലേബർ കോഡിൻ്റെ വിഷയം വരുന്നത്. ഇപ്പോൾ പാർലമെൻറ്റ് നടപ്പിലാക്കിയതും ആ പാർലമെൻറ്റ് തൊഴിൽകാര്യ സമിതിയിൽ ഇളമരം കരീം ഉൾപ്പെടെ പാർലമെൻറ്റിൽ പാസ്സാക്കി. കേരളത്തിൽ ഇടതുപക്ഷ ഗവൺമെൻറ്റാണ് ആദ്യം ചട്ടം പാസ്സാക്കിയത്, അതിൻ്റെ റൂള് പാസ്സാക്കി. അതിനുശേഷം ഇതൊരു പണിമുടക്കിലേക്ക് പോകുന്നു എന്ന് വരുമ്പോൾ ഒരു പഞ്ചായത്ത് ഇലക്ഷനെ മുന്നിൽ കണ്ടുകൊണ്ട് എന്തിനെങ്കിലും വേണ്ടിയിട്ടുള്ള ഒരു സമരം, അതിനെയാണ് BMS വിയോജിപ്പിക്കുന്നത്. അതിൽ പ്രധാന കാരണം അവർ ആവശ്യപ്പെടുന്നത് 26,000 രൂപ ശമ്പളം നൽകണമെന്നാണ്. പക്ഷേ കേരളത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ ആശാ വർക്കർമാരുടെ സ്ഥിതി എന്താണ്. 50 രൂപ കൂടുതൽ ചോദിച്ചിട്ട് കൊടുക്കുന്നില്ല. 800 കശുവണ്ടി ഉണ്ടായിരുന്ന കേരളത്തിൽ ഇപ്പോൾ 100 എണ്ണമാണ്, 700 എണ്ണം അടച്ചുപൂട്ടി. കേരളത്തിൽ ആലപ്പുഴയിലുള്ള കയർ മേഖല, കർഷക തൊഴിലാളി മേഖല, തോട്ടം മേഖല, സർക്കാർ ഉദ്യോഗസ്ഥൻ, സർവ്വ മേഖലയും പരാജയപ്പെട്ടു നിൽക്കുന്ന കേരള ഗവൺമെൻറ്റിനെതിരെ യാതൊരു സമരമോ അല്ലെങ്കിൽ ഒരു പ്രതിഷേധം പോലും നടത്താൻ തയ്യാറാകാത്ത CITU, അതിന് പിന്തുണ പ്രഖ്യാപിക്കുന്ന INTUCയും എല്ലാ ആനുകൂല്യങ്ങളും അത് കേന്ദ്ര ഗവൺമെൻറ് അടുത്ത 8ാം ശമ്പള കമ്മീഷൻ 2026 നടപ്പിലാക്കാൻ പോവുകയാണ്. എല്ലാ സർക്കാർ ജീവനക്കാർക്കും എല്ലാ ആനുകൂല്യവും കൊടുത്തു കഴിഞ്ഞു. അതുപോലെ എല്ലാ പൊതുമേഖലകളിലും എല്ലാ ശമ്പള പരിഷ്കരണവും നടപ്പിലാക്കി കഴിഞ്ഞു. അപ്പോൾ എല്ലാം ചെയ്തവനെതിരെ ഒന്നും ചെയ്യാത്തവന് നടത്തുന്ന ഒരു സമരമാണ്. എല്ലാ നഷ്ടങ്ങളും വന്നിരിക്കുന്ന പാവപ്പെട്ട ആളുകളെ ഡൽഹിയിൽ വിളിച്ചുകൊണ്ട് പോകുമ്പോൾ ഗതികേട് എന്നല്ലാതെ ഈ സമരത്തിന് എന്താ പറയാനുള്ളത്? അതുകൊണ്ട് ഈ സമരത്തിനെ BMS എതിർക്കുകയല്ല, ഈ സമരത്തിൽ പങ്കെടുക്കില്ല. അനാവശ്യ സമരം ഒഴിവാക്കണം. CPM കേരളത്തിലെ അവരുടെ പുതുവഴികളല്ല യഥാർത്ഥ വഴിയിലേക്ക് തിരിയണം എന്നുള്ളതാണ് BMSന് ഈ സമയത്ത് പറയാനുള്ളത്. പുതിയ ലേബർ കോഡിനെതിരെ അതിശക്തമായ നിലപാടുമായി മുന്നോട്ട് പോകും നിങ്ങൾ പറയുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ അതേ സമയത്ത് തന്നെ 26,000 രൂപ മിനിമം വേതനം എന്നുള്ളത് അത് കൃത്യമായി വർദ്ധിപ്പിക്കണമെന്നതടക്കമുള്ള ആവശ്യങ്ങൾ കൂടി നിങ്ങൾ മുന്നോട്ട് വയ്ക്കുകയുമാണ്. ഇതിനെ എത്തരത്തിൽ അനുകൂലമായി കാണും നമ്മുടെ സർക്കാരുകൾ? അതൊരു പ്രധാനപ്പെട്ട പോയിൻ്റാണല്ലോ. അല്ല, 26,000 രൂപ എന്ന് മാത്രമല്ല, അതിൻ്റെ ഞങ്ങളെ സംബന്ധിച്ച് ഈ കോഡ് ചരിത്രപരവും വിപ്ലവകരവുമാണ്. കാരണം 1952 നടപ്പിലാക്കിയ ഈ കോഡ് സാധാരണക്കാരന്, അതായത് വെറും 7% വരുന്ന സർക്കാർ ഉദ്യോഗസ്ഥർക്കല്ലാതെ വൻ ഭൂരിപക്ഷം വരുന്ന അസംഘടിത മേഖലയ്ക്ക് ഈ നാളിതുവരെയുള്ള മിനിമം വേജസിൽ ഒരു ആനുകൂല്യങ്ങളും ഇല്ലായിരുന്നു. പക്ഷേ രാജ്യത്ത് മൊത്തം തൊഴിലാളികൾക്കും മിനിമം ശമ്പളം പറയുന്ന ഈ വേജ് കോഡ് നടപ്പിലാക്കണം. അത് ചരിത്രവും വിപ്ലവകരവുമാണെന്നാണ് BMS പറയുന്നത്. അതിലെന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കിയിട്ട് ഒരു സംവാദത്തിന് ഞങ്ങൾ CITയുവിനോടും INTUCയെയും വെല്ലുവിളിക്കുകയാണ്. ഇതിലെ കുറവുകൾ എന്താണോ അത് നിങ്ങൾ ചർച്ചയ്ക്ക് വരിക. കേന്ദ്ര ഗവൺമെൻറ് 12 പ്രാവശ്യം ചർച്ചയ്ക്ക് വിളിച്ചിട്ടും ഒരു ചർച്ചയ്ക്ക് പോലും പങ്കെടുക്കാണ്ടിരുന്നിട്ട്, കാരണം അവർക്ക് പറയാനൊന്നുമില്ല. എന്താ അതിലെ കുറവെന്ന് പറയുക. ആ കുറവ് പരിഹരിക്കാൻ BMS ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെടാനും, അതിനുവേണ്ടി സമരമല്ലല്ലോ മാർഗം, ചർച്ചയിലൂടെ പ്രശ്നം പരിഹരിക്കുക, അതാണ് BMS മുമ്പോട്ട് വയ്ക്കുന്നത്. ഏതെങ്കിലും കുറവുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കുക, അതിനുള്ള ചർച്ചയ്ക്ക് തയ്യാറാകുക. ഒരു ചർച്ചയ്ക്ക് പോലും തയ്യാറാകാതെ ഒരു സമരവുമായി പോകുമ്പോൾ കേരളത്തിലെ പാവപ്പെട്ട ആളുകളെ മാത്രം ഉപദ്രവിക്കുന്ന, അവരുടെ ആളിന്ത്യ എന്ന് പറഞ്ഞാൽ കേരളമാണ്, കേരളത്തിൽ മാത്രം നടക്കാൻ പോകുന്ന ഈ പണിമുടക്ക് കേരളത്തിലെ ജനങ്ങളെ ഉപദ്രവിക്കരുത്, ബുദ്ധിമുട്ടിക്കരുത് എന്നാണ് BMSന്റെ അഭ്യർത്ഥന. PV രഞ്ജിത്തിനൊപ്പം തിരുവനന്തപുരത്ത് അഭിജിത്ത്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.